സ്ഥിതിഗതികൾ എങ്ങനെയുണ്ട്? വല്യമ്മാമയും കുഞ്ഞമ്മാമയും എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇവിടെ ശരിക്കും ഏറ്റു. ആഹാ, ഇവിടെ ചീറ്റി. പക്ഷേ ഇതിന്നൊരു സത്യം എനിക്ക് മനസ്സിലായി. എന്താ അത്? അച്ഛൻ 100% എന്റെ അച്ഛൻ തന്നെയാ. ഒരു കലർപ്പുമില്ല. എന്റെ തങ്കപ്പേട്ട. മനുഷ്യന്റെ സ്ഥിതിയല്ലേ തങ്കപ്പേട്ട. നമുക്കിനി എന്നും ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ലല്ലോ. മരണത്തിന്റെ അവസരമല്ലേ തങ്കപ്പേട്ട. വിധി വന്നിങ്ങനെ മുമ്പിൽ നിന്നാ നമുക്കെന്ത് പറയാൻ പറ്റും തമ്പക്കേട്ട? അല്ല തങ്കപ്പേട്ട. തങ്കപ്പേട്ടനോ? അതെ, വേറൊന്നുമല്ല. എന്റെ തങ്കപ്പേട്ട. ഒരു പക്ഷേ നമ്മൾ തമ്മിലുള്ള ഒരു അവസാന ഫോൺ വിളിയായിരിക്കും ഇത്. ആത്മഹത്യ ചെയ്യാൻ ആരുടെ ഔദാര്യമൊന്നും നമുക്ക് ആവശ്യമില്ല തങ്കപ്പേട്ട. ഉണ്ടോ തങ്കപ്പേട്ട? എന്താ തങ്കപ്പേട്ട? എന്താ ജസ്റ്റ് എ മിനിറ്റ്. എന്താ ഇത്? കണ്ണൻ കെയർ ഓഫ് മാധവ് നായർ. അയ്യേ, ഇതെന്റെ അഡ്രസ് അല്ലേ? അതെ. എന്തിനത്? എടാ, മനുഷ്യന്റെ കാര്യമല്ലേ. ആത്മഹത്യ സംഭവിക്കുന്നത് വഴി വെച്ചെങ്ങാനുമാണെങ്കിൽ ഡെഡ് ബോഡി കൃത്യമായി വീട്ടിലെത്തണമല്ലോ. എപ്പോഴും പോക്കറ്റ് വെച്ചു. തങ്കപ്പേട്ട സംസാരിച്ചോ. തങ്കപ്പേട്ട അതും ചീറ്റി. വലിയ സൂത്രക്കാരിയായി പോയി അല്ലേ? വളർന്നു, നമ്മുടെ മോൾ ഒരുപാട് വളർന്നു. ഈ മാമന്മാരെയും പെറ്റുമ്മയും കോമാളികളാക്കുന്ന പാകത്തിൽ നീ വളർന്നു. പേടിപ്പിച്ച കാര്യം നടക്കുന്നു. ഓൻ എന്നെ ഉപദേശിച്ചു അല്ലേ? ഇങ്ങനെ കള്ളം കാണിക്കാൻ നീ എവിടുന്ന് പഠിച്ചു? മിണ്ടിപ്പോകരുത്. നിന്റെ നെഞ്ചിൽ ജീവനുള്ളിടത്തോളം കാലം നിന്റെ മനസ്സിലെ മോഹം നടക്കില്ല. നടക്കാൻ ഞാൻ അനുവദിക്കില്ല. ഇക്കാതിനെ ഓടം വെക്കിട്ട് കയറണത് ഈ പുലിവാലിനെല്ലാം കാരണം കള്ള ഹിമാറല്ലേ. ഓനിട്ട് 2 പടപടയ്ക്കണം. ശരിയാ. ആ ചെക്കനെ ഇവിടുന്ന് അടിച്ച് ഓടിച്ചാലേ ഈ പ്രശ്നം തീരുള്ളൂ. തീർക്കാം. ഇപ്പോ ഈ നിമിഷം കൊണ്ട് എല്ലാം അവസാനിപ്പിക്കാം. പാടാ എല്ലാം ആലോചിച്ചിട്ട് പോരെ, വെറുതെ എടുത്തിയാർന്നോ? അനക്കിതിൽ കാര്യമില്ല. ഇത് നമ്മുടെ കുടുംബ പ്രശ്നമാണ്. ഈ ആരാടാ ഇതൊക്കെ പറയാൻ? സ്വന്തം വർഗത്തിനോട് കൂറില്ലാത്ത കള്ള ഹിമാർ. മാറിക്കടവല്ലേ പോ. അവരോട് അങ്ങോട്ട് പോണ്ടെന്ന് പറയുമ്മ. ഇല്ല, നീ ഒരുത്തി അതിനെല്ലാം കാരണം. ഇന്നത്തെ കൊണ്ട് ഓന്റെ എപ്പിസോഡ് അവസാനിപ്പിക്കണം. എന്താ എന്റെ കുട്ടി ഈ കാണിച്ചത്? ഈ ഉമ്മയോട് നീ എങ്ങനെയാണോ മോളെ വാശി തീർക്കുന്നത്? എന്റെ പടശോനെ, ഈ സമയം കളയാതെ അവരെ ഇങ്ങോട്ട് വിളിക്കേ. എന്താ മോളെ ഇത്? ഞാനൊരു സൂത്രക്കാരിയല്ല വല്യമ്മ. ആരെയും കോമാളിയാക്കാനും അല്ല. എനിക്ക് അയാളെ ഇഷ്ടാണ്. അത്രയ്ക്ക് ഇഷ്ടാണ്. മരിച്ചു കാണിച്ചാലെങ്കിലും വിശ്വസിക്കുമല്ലോ. നബീസു, നബീസു, നബീസു. എട്ടും പൊട്ടും തിരിയാത്ത പെണ്ണിന് വേണ്ടാത്തൊക്കെ ഉപദേശിച്ചു കൊടുത്ത് ഈ സ്ഥിതിയിലാക്കിയിട്ട് ഇപ്പൊ കാണാൻ പറ്റിരിക്കും. കുഞ്ഞുമമ്മദേ, ബഹളം വേണ്ട. ആശുപത്രിയായത്. ഒന്ന് സ്നേഹിച്ചു പോയതിന് ഇത്രക്കേറെ ശിക്ഷിക്കണായിരുന്നു. ഇതിനൊക്കെ കാരണക്കാരൻ ഈയാണ്. ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ച ഒറ്റണത്തിന് ഞാൻ വെറുതെ വിടില്ല. കൊല്ലും ഞാൻ എല്ലാത്തിനെയും. കണ്ണ വേണ്ട. ഒന്നിച്ച് ജീവിക്കാനല്ലേ നിങ്ങളുടെ മതത്തിന്റെയൊക്കെ സമ്മതം വേണ്ടു. ഒന്നിച്ച് മരിക്കാൻ ആരുടെ സമ്മതം വേണ്ടല്ലോ. അറിയോ, പുഴയെ കിടന്ന് ജീവന് വേണ്ടി നിലവിളിച്ചപ്പോ ജാതി മതം നോക്കാതെ എന്റെ മോൻ അവളെ രക്ഷിച്ചത്. ഇപ്പൊ നിങ്ങളെല്ലാം കൂടെ ചേർന്ന് അവളെ ഈ അവസ്ഥയിലാക്കി. അവളുടെ ശരീരത്തിൽ അല്പമെങ്കിലും ജീവൻ ബാക്കിയുണ്ടെങ്കിൽ അതെന്റെ മോന് കൊടുത്തൂടെ? ദാനമായിട്ടെങ്കിലും. സ്നേഹിച്ചതിന്റെ പേരിൽ ഒന്നിനെ കുരുതി കൊടുത്തു വന്നവരാണ് ഈ അച്ഛനും അമ്മയും.
ഇനി ഒന്നേ ഉള്ളൂ, അതിനെ കൂടെ. ഹായ്, കണ്ടില്ലേ പ്രമാണിമാര് പള്ളിയും പടച്ചോനും വിറ്റ് പുളിച്ചപ്പാട്ട് അടിക്കുന്ന ജാതികളാ. ഇതൊക്കെ നമ്മുടെ കുഞ്ഞുമക്കാന്റെ ആൾക്കാരെന്നെ. അസ്സലാമലൈക്കും. എല്ലാവർക്കും ഇരിക്കാം. എന്റെ ഉപ്പൂപ്പാന്റെ പ്രായണ്ട്. ഹായ്, എന്നെ തല്ലു വിളിച്ച മാതിരി ഇവരും തല്ലു വിളിക്കാൻ കൂടെ കൊണ്ടെടുക്കാനാ. മുണ്ടാണ്ടിരിടാ, ഇത് നമ്മടെ കുടുംബ പ്രശ്നമാണ്. ഞമ്മള് ചിലതൊക്കെ കേട്ട് അതൊന്ന് നേരിട്ട് അറിയാൻ വേണ്ടി വന്നതാ. നിങ്ങൾ കേട്ടതൊക്കെ നേരാ. എന്റെ ജമാലങ്ങാനത് അറിഞ്ഞാ ഇവിടെ കൊല നടക്കും. ജയിലിൽ കിടക്കുന്നോണ്ട് ജമാലിക്ക് അറിയുന്ന പേടിക്കണ്ട. അപ്പോ ഇസ്ലാമിനെ ധിക്കരിച്ചുകൊണ്ട് തന്നെ ഓളുടെ നിക്കാഹ് നടത്തി കൊടുക്കാനുള്ള പുറപ്പാടിലാണ് അല്ലേ? ഈ തറവാട്ടിലെ ആകെയുള്ള സമ്പത്താ നഫീസു. പക്ഷെ ഓള് മരണം കൊണ്ട് നമ്മളെയൊക്കെ വെല്ലുവിളിക്കുമ്പോ ഞാൻ എന്താ ചെയ്യുക? നിങ്ങള് പറ, ഞാൻ എന്താ വേണ്ടത്? മുസ്ലിയാരുടെ കുന്തം ചാച്ചും വെക്കാൻ ചരിച്ചും വെക്കാന്ന് പറഞ്ഞവരായല്ലോ എന്റെ ഇക്കാന്റെ സ്ഥിതി. മറ്റൊരുത്തന്റെ ചുണ്ടിൽ ആനന്ദത്തിന്റെ പുഞ്ചിരി വിടർത്തുന്ന ഏതൊരു കർമ്മവും സൽപ്രവൃത്തിയാണെന്ന് ആ പ്രവാചകനായ നബി പറഞ്ഞിരിക്കുന്നത്. അത് വേറൊരുത്തന്റെ തല പോണ കാര്യമാണെങ്കിലാ. അതുണ്ടല്ലോ കുഞ്ഞുമക്ക, ശരീരശാസ്ത്രപരമായി പറഞ്ഞാൽ നമ്മുടെ നാക്ക് ശരിയല്ലെങ്കിൽ പല്ല് പോവും, നമ്മുടെ നോക്ക് ശരിയല്ലെങ്കിൽ മോന്തയുടെ ഷേപ്പ് മാറും, പ്രവൃത്തി ശരിയല്ലെങ്കിൽ ചിലപ്പോ തല തന്നെ പോയിന്നിരിക്കും. എന്നോട് മുണ്ടാണ്ടിരിക്കാനാണ് പറയണത്. ഈ ഒരു മുസൽമാനാണോടാ? ഹായ്, അതിൽ തൊട്ട് കളിക്കരുതേ. പണം പലിശക്ക് കൊടുക്കുന്നത് ഇസ്ലാമിന് ചേർന്നതാണ്. മുസ്ലിം പ്രമാണിമാരെന്നെ പറ. അബ്കാരി കച്ചവടത്തിൽ ബിനാമി പണി ചെയ്യുന്നത് ഇസ്ലാമിന് ചേർന്നതാണ്. അച്ചാരം കിട്ടിയാൽ അമ്മായിനെ കെട്ടുന്നത് ഇസ്ലാമിന് ചേർന്നതാണ്. അതുകൊണ്ട് എന്റെ കുഞ്ഞുമക്ക, ഈ മുസൽമാനെ ഉറുക്കട്ട നോക്കണ്ടേട്ടാ. ഹായ്, പ്രവാചകന് കള്ളായും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കിതാബിലും കാണും പലതും. അതൊന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല. നിക്കാഹ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മാത്രം തീരുമാനമല്ല, സമുദായത്തിന്റെ കൂടി പ്രശ്നമാണ്. സമുദായത്തെ ധിക്കരിക്കുന്നത് ഹാജിയാരാണെങ്കിലും ശരി, നടപടി എടുക്കണമെന്നാണ് പള്ളി കമ്മിറ്റിയുടെ തീരുമാനം. ഇക്കയെ പോലെ തന്നെ ഇമ്മള് ഓളുടെ ഒരു അമ്മാവനാ. ഇക്കാര്യത്തിൽ സ്വന്തവും ബന്ധവും ഇമ്മള് നോക്കൂല. സമുദായത്തിന്റെ തീരുമാനമാണ് ഞമ്മടെയും തീരുമാനം. അല്ല പിന്നെ കുഞ്ഞമ്മത് പറഞ്ഞതാ എന്റെ ശരി. മതത്തെയും ആചാരത്തെയും എതിർക്കുന്നതല്ല, എതിർത്താൽ ഈ തറവാട്ടിലൊരു ദുരന്തം. അറിഞ്ഞുകൊണ്ടൊരു തീരാ ദുഃഖം ഏറ്റുവാങ്ങാനുള്ള മനക്കരുത്ത് എനിക്കില്ല. ഓർക്കൊരുമിച്ചാലേ പറ്റുള്ളൂവെങ്കിൽ ഒറ്റ മാർഗമുള്ളൂ, ഓൻ ഇസ്ലാമാകണം. ഈ നാട്ടിലെ ഇസ്ലാമികളെ ഏറെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് ഹാജിയാർ. ആ ഹാജിയാരുടെ കുട്ടിയെ ഒരു ഇന്ത്യച്ചക്കൻ തട്ടിക്കൊണ്ട് പോവാന്ന് വെച്ചാ ഓന്റെ വീട് നമ്മൾ ചുട്ടുകരിക്കും. അതിന്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെയൊന്നും ഒരു ഇസ്ലാമിന്റെ നിയമത്തിലും പറഞ്ഞിട്ടുമില്ല. എന്ത് ചെയ്യണമെന്ന് നമുക്ക് ഒന്നുകൂടി ആലോചിക്കാം. ആലോചിക്കാനൊന്നുമില്ല. ഇസ്ലാം ആവണമെന്ന് പറയുമ്പോ തന്നെ ഓൻ ഈ ബന്ധം വിട്ട് വേറെ പെണ്ണിനെ നോക്കുള്ളൂ. അടയും ചക്കരയും പോലെ അല്ലേ? ഒന്നിച്ചേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഓൻ മതം മാറി നമ്മടെ ജാതി ചേരട്ടെ. ഞാൻ റെഡി. നബീസുവിന് വേണ്ടി മതമല്ല തലവരെ മാറ്റാൻ ഞാൻ റെഡിയാ. എടാ കള്ള ഹിമാറെ, നീ തന്ത്രം പറഞ്ഞ് മുസ്ലിം പെണ്ണിനെ തട്ടിക്കൊണ്ടുല്ലേ? മുസൽമാന്റെ കയ്യൊക്കെ നീ കണ്ടിട്ടില്ല. മാറി നിൽക്ക്. വീട്ടിൽ വരുന്നവരെ അപമാനിക്കരുത്. അല്ലൊക്കെ ഇക്കാര്യത്തില് മിണ്ടിപ്പോകരുത്. ബഹളം ഉണ്ടാക്കാനാണോ നീ ഇവരെയും കുട്ടി ഇങ്ങോട്ട് വന്നത്? ഇവിടെ വന്നിപ്പോ ബഹളം ഉണ്ടാക്കിയത് അവനല്ലേ? ഞാൻ ബഹളം ഉണ്ടാക്കാനോ ആരെയും തട്ടിക്കൊണ്ടുപോകാനോ വന്നോന്നല്ല. നിങ്ങൾ പറയുന്ന ഏത് നിയമം അനുസരിച്ച് ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിനെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് പറയാൻ വന്ന. ഈ ബലാല് പിടിച്ച ശൈത്താൻ ഇവിടെ മയ്യത്തും കൊണ്ടേ പോവും. അത് ശരി, താൻ ഇവിടെ വന്നിരിക്കുകയാണ്. അവൻ വന്നിട്ട് എനിക്ക് ചിലതൊക്കെ സംസാരിക്കാനുണ്ട്. എല്ലാം തീരുമാനിച്ചതിന് ശേഷം ഇനി എന്ത് സംസാരിക്കാൻ? എല്ലാം കഴിയുമ്പോ നമ്മുടെ മോനെ നമുക്ക് നഷ്ടപ്പെടുമോന്നാ എനിക്ക് പേടി. നീ എന്ത് വിട്ടിത്തമായി പറയുന്നത്? മതം മാറിയെന്ന് വെച്ചിട്ട് അവൻ നമ്മുടെ മകനല്ലാണ്ടാവോ? ഇതിലിപ്പോ ലാഭവും നഷ്ടവും ഒന്നും നോക്കണ്ട. അവന്റെ ആഗ്രഹമല്ലേ നമുക്ക് വലുത്. എനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായുള്ള നബീസു. അവളെ സ്വന്തമാക്കാൻ വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ കടപ്പെട്ടവനാ. മാധവൻ നായരെ, അല്ല, അകത്തേക്ക് ഇരിക്കാം. വേണ്ട. മതം മാറാൻ കണ്ണൻ സമ്മതിച്ചു. പക്ഷേ അത് വാശിക്കോ ആവേശം കൊണ്ടുള്ള ഒരു തീരുമാനമാവരുത്. അതുകൊണ്ടാ അച്ഛന്റെ അമ്മയുടെ സമ്മതം കൂടി അറിയാൻ ഞങ്ങൾ വന്നത്. ആകെ കൂടി ഇതൊന്നേ ബാക്കിയുള്ളൂ.
അവന്റെ സന്തോഷ ഞങ്ങൾക്ക് വലുത്. സത്യം പറഞ്ഞ വലിയ മനസ്സാ മാഷ ഇങ്ങടേത്. നിങ്ങടെ മോനായി ജനിച്ച കണ്ണൻ ഭാഗ്യവാനാ. എല്ലാവർക്കും സമ്മതമായ സ്ഥിതിക്ക് കണ്ണൻ നാളെ തന്നെ പൊന്നാനിക്ക് പോട്ടെ. തങ്ങൾക്കുള്ള ഒരു കത്തും ഞാൻ തരാം. കൂട്ടിന് മൂസൂട്ടി ഉണ്ടാവും. ഭൂമിയിൽ മനുഷ്യനോളം വലുതായിട്ട് യാതൊന്നുമില്ല. മനുഷ്യനിലോ മനസ്സാണ് ഏറ്റവും വലുത്. ഒരു മതത്തെ നാം മനസ്സുകൊണ്ട് സ്വീകരിക്കുമ്പോൾ അതിന്റെ മഹത്വം എന്താണെന്ന് സ്വയം അറിഞ്ഞിരിക്കണം. ഓരോ മതത്തിനും അതിൻ്റെതായ മഹത്വങ്ങളുണ്ട്. ഇസ്ലാം മതം എന്താണെന്ന് അറിയോ? ഇല്ല. പിന്നെന്തിനാ ഇസ്ലാം ആകാൻ ആഗ്രഹിക്കുന്നത്? എനിക്ക് നബീസുവിനെ വിവാഹം ചെയ്യണം. അപ്പോ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള മതം മാറ്റം അല്ലേ? എന്താണെന്നും വേണ്ടാത്തത്? ലാ ഇക്രാഹ ഫിദ്ദീൻ. ഖുർആനിലൂടെ അള്ളാഹു ഉപദേശിച്ചിട്ടുണ്ട്, മതത്തിന്റെ കാര്യത്തിൽ യാതൊരു ബലപ്രയോഗവും പാടില്ല എന്ന്. മതം മാറ്റം കൊള്ളാം, അതിനു മുമ്പ് മതത്തെ പഠിക്കണം, അതിന്റെ തത്വസംഹിതകൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ പ്രായത്തിന്റെ ചാബല്യം കൊണ്ട് തോന്നിയ മണ്ടത്തരമാകരുത് മതമാറ്റം. ഒരു പെണ്ണിനോടുള്ള മോഹം, അവളെ നേടാനുള്ള ആവേശം, അത് കഴിഞ്ഞാൽ മതം ഒരു ഭാരമായി മാറും. അങ്ങനെയാണ് സാധാരണ സംഭവിക്കാറ്. അതുകൊണ്ട് തീരുമാനം ബാലിശമാകരുത്. ഒരിക്കൽ കൂടി മനസ്സിരുത്തി ആലോചിക്കൂ. എന്നിട്ട് എന്നെ വന്ന് കാണും ഇൻഷാ അല്ലാഹ്. ചിന്തിച്ചു നോക്കുമ്പോ തങ്ങള് പറയുന്നതിലുണ്ട് കാര്യം. ഈ മതം എന്നൊക്കെ പറയുന്നത് പിള്ളേരുകളിലല്ലോ. 5 നേരം നിസ്കരിക്കുന്ന ഒരു മുസൽമാനായി ഞാനും. ഞാൻ എന്താ ചെയ്യാ? എനിക്ക് അവളെ വേണം. ഇതിനൊക്കെ കാരണക്കാരാ കള്ള ഹിമാറ കുഞ്ഞുമുക്ക. അളിയന് വേണ്ടി ഓന്റെ ഒടുക്കത്തൊരു സമുദായ സ്നേഹം. തങ്ങൾക്ക് ബുദ്ധി കൂടിയതാ പാരയത്. അങ്ങേരുടെ ഒരു ഉപദേശം. എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഫില്ലിൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് പോവാം. എന്നുവെച്ചാ നോട്ട് ഓൺലി ബട്ട് ഓൾസോ. മനസ്സിലായില്ല. പൊന്നാനി കണ്ടിട്ട് പോവാന്ന്. പോകുന്ന കാര്യം നമുക്ക് പിന്നെ തീരുമാനിക്കാം. മൂസുട്ടി, എനിക്ക് നീയേ ഉള്ളൂ. ഇതിനെന്തെങ്കിലും ഒരു പോംവഴി നീ കണ്ടെത്തിയേ പറ്റൂ. ഒറ്റ വഴിയുള്ളൂ. എന്തത്? ഈ മതം മാറണ്ട. അയ്യോ, അപ്പൊ അവള് മതം മാറുന്ന ഒരു കള്ളം പറയണം. ഹാജര് അറിഞ്ഞ അള്ളാനെ പറ്റിക്കുന്നതിലും വലിയ ചതിയൊന്നല്ലല്ലോ ഹാജരെ പറ്റിക്കുന്നത്, ആണോ? അതല്ല, ഇതിലും വലിയ കള്ളങ്ങളൊക്കെ നാട്ടിൽ നടക്കാറില്ല എന്റെ കണ്ണാ. തൽക്കാലം പിടിച്ച് കള്ള വിദ്യകളൊക്കെ നമ്മള് പറഞ്ഞുതരാം. എന്നാലും ഒരു കാര്യത്തിൽ ഈ കെണിയോ? അതെ, ഫസ്റ്റ് നൈറ്റില്. അയ്യോ, ഫസ്റ്റ് നൈറ്റിലോ? അതെന്താ? അംഗവൈകല്യം. അംഗവൈകല്യോ? അല്ല, ഈ മുസ്ലിംസിന്റെ ഇതില്. അല്ല, പേടിക്കണ്ട, ആശുപത്രിയിൽ മിഷീൻ കട്ടിങ് ഉണ്ട്. അയ്യോ, അംഗവൈകല്യം വേണ്ട. മെഷീന് വല്ല കയ്യബത്തോ പറ്റിയാ. ഇങ്ങോട്ട് വന്നേ. നിനക്ക് നബീസിനോടുള്ള സ്നേഹം കണ്ടിട്ടാ ഞാൻ ഇതിനൊക്കെ കൂട്ടിക്കണത്. ഈ അത് കൊളാക്കരുത്. ആ കാര്യം ഞാൻ ഏറ്റു. ഇത് കൊളാക്കണതാ. ഡ്രൈവർ ട്രൗസർ ഞാൻ ഇട്ടുണ്ട്. ട്രൗസർ അല്ല, ഡ്രൈവർ. അല്ലാ. വലൈക്കും അസ്സലാം. തുടക്കം തന്നെ പഠിച്ചു. അസ്സലാം അലൈക്കും. അസ്സലാം അലൈക്കും. വലൈക്കും അസ്സലാം. യാത്രയൊക്കെ സുഖമായിരുന്നോ? ഇൻഷാ അല്ലാഹ്. ഫക്കീർ സുൽത്താനായാലും തെണ്ടല് മറക്കൂലെന്നൊരു ചൊല്ലുണ്ട്. കണ്ടില്ലേ ലക്ഷണം കെട്ട ഒരു മുസൽമാൻ. അസ്സലാം അലൈക്കും. ബാപ്പാ. ഉമ്മ. ഉമ്മയോ? എന്താ കണ്ണ ഇതല്ല? കണ്ണനല്ല ഉമ്മ, കമാലുദ്ദീൻ. കമാലുദ്ദീനോ? പേരും മാറ്റിയോ? വേണമെങ്കിൽ ഞാൻ തലവര മാറ്റും. നമ്മുടെ മോൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു സാഹസത്തിന് ഈ പയ്യൻ തയ്യാറായല്ലോ. എല്ലാം അറിയുന്നവനാണ് അള്ളാഹു. ഓൻ എന്നെ അനുഗ്രഹിക്കും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഓ മൈ ഗോഡ്, മറന്നു. ഇക്കായിക്ക് അറിയില്ല, തറബാട്ടി കയറ്റിയ പൊര പൊളിച്ച് പന്തല് പണിയണേനമാ ഇതൊക്കെ. വേണ്ടാത്ത വർത്തമാനം പറയാതെ